പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 8 ദിവസത്തെ ബഹുരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഘാന, അർജന്റീന, ബ്രസീൽ, നമീബിയ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നീ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇതിനിടെ ബ്രസീൽ വേദിയാകുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്രയ്ക്കാണ് ഇന്ന് തുടക്കമായത്. ലാറ്റിൻ അമേരിക്കൻ, കരീബിയൻ രാജ്യങ്ങളുമായുള്ള ധാതു കരാറുകളും വ്യാപാരം, ഊർജം, പ്രതിരോധമടക്കമുള്ള മേഖലകളിലെ സഹകരണവുമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഘാനയിൽ നിന്ന് തുടങ്ങുന്ന പര്യടനം ജൂലൈ 9 നെമീബിയയിൽ അവസാനിക്കും. ഘാനയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യാത്രയാണിത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണ ഇറക്കുമതിയുടെ 70% ഘാനയിൽ നിന്നാണ്. അതിനാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട പുതിയ കരാറുകളും സഹകരണങ്ങളും ഉണ്ടായേക്കും. ജൂലൈ 3 പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് തിരിക്കും. 1999 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കങ്കലു, പ്രധാനമന്ത്രി കമല പെർസാദ് ബിസ്സസർ എന്നിവരുമായി മോദി ചർച്ച നടത്തും. അവരുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ജൂലൈ 4 മുതൽ 5 വരെ അർജന്റീന സന്ദർശനം. പ്രതിരോധം, കൃഷി, ഖനനം, എണ്ണ, വാതകം, പുനരുപയോഗ ഊർജം, വ്യാപാരം, നിക്ഷേപം എന്നീ മേഖലകളിൽ ഇന്ത്യ അർജന്റീന പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളായിരിക്കും പ്രധാന ചർച്ച. ജൂലൈ 5 മുതൽ 8 വരെ പ്രധാനമന്ത്രി ബ്രസീലിൽ. റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ജൂലൈ 9 മോദി നമീബിയയിലെത്തും. നമീബിയയിലും പ്രധാനമന്ത്രി ഇതാദ്യമായാണ്. നമീബിയൻ പാർലമെന്റിനെയും മോദി അഭിസംബോധന ചെയ്തേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.